കൊല്ലങ്കോടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ചെല്ലൻ ചേട്ടന്റെ ചായക്കട. ഇന്നത്തെ പല സ്ഥലങ്ങളിലും കാണാൻ പോലും കഴിയാത്ത മനോഹരമായ കാഴ്ചയാണ് ഓലമേഞ്ഞ ചായക്കടയും മണ്ണെണ്ണ വിളക്കും. കൊല്ലങ്കോട് അറിയപ്പെടുന്നത് ചെല്ലൻ ചേട്ടന്റെ ചായക്കട എന്ന രീതിയിലാണ്. അതിനെപ്പറ്റി എന്താണ് ചെല്ലൻ ചേട്ടന് പറയാനുള്ളത്? ചായക്കട പറഞ്ഞാൽ ഇതിപ്പോൾ കൊല്ലങ്കോട് പഞ്ചായത്തിൽ മാത്രമല്ല, ഈ കടയിലേക്ക് കാണാൻ വേണ്ടി വരുന്നവർ 2 വർഷം മേലെയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊറോണയുടെ മുന്നേ വന്ന് ഒരു ചാനൽ കുട്ടികൾ, തൃശ്ശൂരിലെ ഒരു ചാനൽ കുട്ടികൾ എടുത്തിട്ട് പോയതാണ്. ക്യാമറയൊക്കെ വെച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ട് എടുത്തിട്ട് പോയതാണ്. ഒരു പെൺകുട്ടി ആൺകുട്ടിയും വന്നിട്ടാണ് എടുത്തിട്ട് പോയത്. അവരാണ് അത് കൊടുത്തിരിക്കുന്നത്, അല്ലാണ്ട് ഞങ്ങളായിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് അത് വന്നത്. പിന്നെ കൊറോണ കഴിഞ്ഞ് തുടങ്ങി എല്ലാ ഭാഗത്തിനും എല്ലാ ജില്ലയിലും ഇവിടെ വരാറുണ്ട്. പിന്നെ കൊല്ലങ്കോട് പഞ്ചായത്ത് ഇപ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യത്ത് 10 പഞ്ചായത്ത് തേടിയെടുത്തതിൽ കൊല്ലങ്കോട് പഞ്ചായത്ത് കൂടി വന്നു. അപ്പോൾ കൊല്ലങ്കോട് കൂടി പഞ്ചായത്ത് കൂടി വന്നപ്പോൾ ഇവിടെ നല്ല പുരോഗമനമാണ്, നല്ല ജനക്കൂട്ടമായി. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ജനത്തിൻ്റെ തിരക്കായിരിക്കും. ഇവിടെ അടിയിലടി ബ്ലോക്ക് ആകും, അത്ര തിരക്ക് വരും. നല്ല ഒരു കൊല്ലങ്കോട് പഞ്ചായത്ത് കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് കച്ചവടക്കാർക്കും എല്ലാവർക്കും വലിയൊരു മെച്ചമാണ്. പിന്നെ കട പ്രത്യേകം കാണാൻ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും വരാറുണ്ട്. ഏകദേശം സ്റ്റേറ്റുകളൊക്കെ വന്നു പോയി. പിന്നെ വിദേശികൾ കേരളത്തിൽ വരികയാണെങ്കിൽ അവരും കുറച്ച് പേര് ഇംഗ്ലണ്ട്, അമേരിക്ക, പിന്നെ നേപ്പാൾ ഇങ്ങനെയുള്ള അവിടെ നിന്നൊക്കെ വന്ന് ഇവിടെ ഫാമിലികളായിട്ട് വന്നിട്ട് അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് ചായ കുടിച്ച് പോകാറുണ്ട്. ഞാൻ ഈ കട തുടങ്ങിയിട്ട് തന്നെ, ഈ കടൻ്റെ പഴക്കം പറയുകയാണെങ്കിൽ ഒരു 65-67 വർഷത്തെ പഴക്കമുണ്ട്. കട തുടങ്ങിയിട്ട് ഒരു 48 വർഷം ആയിട്ടുണ്ട്. ഏഷ്യയിൽ തന്നെ 10 ഗ്രാമങ്ങളിൽ ഒരു ഗ്രാമമായി കൊല്ലങ്കോട് ഇടം പിടിച്ചിരിക്കുകയാണ്. ഈ കൊല്ലങ്കോടുള്ള അത്രയും പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സ്ഥലങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയും. സീതാർകുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ മലൻ്റെ താഴെയാണ്. മലയുടെ ഏറ്റവും വലിയ സീതാർകുണ്ട് നെല്ലിയാമ്പതി എസ്റ്റേറ്റിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ചാടി വരുന്നത്. അത് വെള്ളച്ചാട്ടം മാത്രമല്ല, അവിടെ ഒരു ഐതിഹ്യം അടക്കം പറയുന്നുണ്ട്. പഴയകാലത്ത് ഈ രാമൻ വനവാസം പോയ സമയത്ത് സീതയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കിണറുണ്ടാക്കി എന്നാണ് ഐതിഹ്യം പറയുന്നത് ഈ സീതാർകുണ്ടിൽ. അപ്പോൾ ആ കിണറിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. എത്ര മഴയില്ലെങ്കിലും ആ കിണറ്റിലെ വെള്ളം വറ്റാറില്ല. അതൊക്കെയാണ് ഐതിഹ്യം ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അവിടെ ജനം നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രകൃതി അമ്പലം പറയുന്ന കറുപ്പസ്വാമി കോയിലാണ്. ഇവിടെ നമ്മൾ ഒരുപാട് നൂറ്റാണ്ട് കാലത്തെ പഴക്കമുള്ള അമ്പലമാണ്. അതിൽ എല്ലാവരും നിറയെ പേര് വരാറുണ്ട്. ഇപ്പോൾ ഈ കൊല്ലങ്കോട് പഞ്ചായത്ത് വരാൻ തന്നെ കാരണം ഈ അമ്പലം, ഈ സീതാർകുണ്ട് വെള്ളച്ചാട്ടം, പിന്നെ ഈ മലയിൽ ഇവിടം തുടങ്ങി അതുവരെ തുക്കിരിയാൽ വരെ വെള്ളം മുകളിൽ നിന്ന് മഴക്കാലത്ത് കാണാൻ നല്ല ഭംഗിയാണ്. ടൗണിൻ്റെ അവിടെ നിന്ന് വിളിച്ചുള്ള സ്ഥലത്ത്, തുറന്ന സ്ഥലത്ത് നിന്ന് നോക്കി തന്നെ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം, വളരെ ഭംഗിയായിട്ട് കാണാം. അതുകൊണ്ടാണ് കൊല്ലങ്കോട് പഞ്ചായത്തിൻ്റെ പ്രകൃതി ഭാഗമായിട്ട് വരാൻ തന്നെ കാരണം. പാലക്കാടിന്റെ സ്വകാര്യ അഹങ്കാരം, കേരളത്തിന്റെ പ്രകൃതി ഭംഗി കനിഞ്ഞൊഴുകുന്ന മനോഹരമായ നാട് നമ്മുടെ സ്വന്തം കൊല്ലങ്കോട്. ഏഷ്യയിലെ തന്നെ 10 മനോഹരമായ ഗ്രാമങ്ങളിൽ പാലക്കാട് ജില്ലയിലെ നമ്മുടെ കൊല്ലങ്കോട് ഇടം പിടിച്ചിരിക്കുകയാണ്. ഇതാണ് കൊല്ലങ്കോട്ടിലെ മറ്റൊരു പ്രശസ്തമായ സ്ഥലം, സീതാർകുണ്ട് വെള്ളച്ചാട്ടം.